ഖിയാമത്ത് നാളെ അടുത്തെത്തി ഇങ്ങോട്ട് പോരി. ഇതിന് പണിയുണ്ടോ? ഇഷ്ടംപോലെ ആയത്ത് ഹദീസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ശാസ്ത്രക്കാരന്മാരെ റിപ്പോർട്ടുകളുണ്ടല്ലോ. അപ്പൊ ഖിയാമത്ത് നാളായി പോകുന്നോളൂ. ഇപ്പൊ ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ട് ലോകത്ത്, അങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ പൊട്ടും. ഡൂംസ്ഡേ ക്ലോക്കിനെ പറ്റി കേട്ടിട്ടില്ലേ? കേട്ടവർ ഒന്ന് കൈയോക്കി മനുഷ്യന്മാരെ. അപ്പൊ അതാ ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ട് ലോകത്ത്. അതായത് ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ലോക്കിന് ഇനി കുറഞ്ഞ മിനിറ്റ് കഴിഞ്ഞാൽ എവിടേക്കെത്തി? മിഡ് നൈറ്റിലെത്തി ലോകാവസാനം ഉണ്ടാവും. മനസ്സിലല്ലോ? അത് മിഡ് നൈറ്റ് എത്തിയാൽ ലോകാവസാനം ഉണ്ടാവില്ല. നിങ്ങൾ അയിമ പേടിച്ചണ്ട, അയിമ നിങ്ങളൊന്നും പേടിക്കണ്ട. ഇതൊക്കെ ശാസ്ത്രകാരമായി സ്ഥാപിച്ചതാ. ഡൂംസ്ഡേ ക്ലോക്ക് സ്ഥാപിച്ചത് ആരാ? ഈ സാധുക്കളാ, നമ്മളാരുമല്ല. ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാരാ സ്ഥാപിച്ചത് ഡൂംസ്ഡേ ക്ലോക്ക്. ഞാൻ മഹദിയാണ് തോന്നൽ മാനസിക രോഗമാണ്. ഇനി പരിഹാരം ഉണ്ടാക്കണം. മഹദിയാണെന്ന് മഹദിയോട്ട് പറയില്ല. അതിന്റെ പേരിൽ കുറച്ചാളുകൾ തിന്നും കുടിച്ച് നടക്കൂല. അങ്ങനത്തെ മഹദിനെ ഉറപ്പിച്ചോളാം മഹദിയല്ല. 1978 ജോൺസ് ടൗണിൽ ഒരു മാസക്കേർ, ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അതിൻ്റെ ദ ഗാർഡിയൻ പത്രം അത് അനുസ്മരിക്കാം. അതായത് 40 കൊല്ലത്തിൻ്റെ അനുസ്മരണം. അവിടെ ഒരു മാസക്കേർ നടന്നു, ഒരു കൂട്ടക്കൊല. എന്താ? സൂസൈഡ് ചെയ്തു. 900 ആളുകളെയാണ് സൂസൈഡ് ചെയ്യിപ്പിച്ചത്. അവരുടെ നേതാവ് എന്ത് പറഞ്ഞു? ജോൺ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അവർക്ക്. പഞ്ച്ഡ് അറ്റ് ദ ഓർഡർ ഓഫ് കൾട്ട് ലീഡർ ജിം ജോൺസ് എന്നൊരു ലീഡർ ഉണ്ടായിരുന്നു. അയാൾക്ക് കീഴിൽ കുറേ ആളുകളുണ്ടായിരുന്നു. ഈ 900-ഓളം ആളുകളെ ഇയാൾ 1978 ആത്മഹത്യ ചെയ്യിപ്പിച്ചു. കാരണം ലോകാവസാനം വരുന്നതിന് മുമ്പേ മരിച്ചോളി. നാളെ മറ്റന്നാൾ ലോകാവസാനം വരികയാണ്. 1978 ഇത് അവർ മരിച്ചു കിടക്കണ ഫോട്ടോ. അത് മരിച്ചു കിടക്കുക. അവർ എന്ത് ചെയ്തു? പിന്നെ പാനീയത്തിൽ സയനൈഡ് കയറ്റി എന്നിട്ട് കൊന്നു. അയാൾ തോക്കുധാരികളായ ആളുകളാണ് വളഞ്ഞു. ഒരാൾ ഓടിപ്പോകാൻ പാടില്ലായിരുന്നു. നാളെ മറ്റന്നാൾ ലോകാവസാനം ഉണ്ടാവുകയാണ്, മരിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചു. അതിൻ്റെ തലേ ദിവസം ഇയാൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി, നമുക്ക് മരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്തു? വിഷമില്ലാത്ത വെള്ളം കൊടുത്തു. വിഷമില്ലാത്ത വെള്ളം കൊടുത്ത് എന്തിനെന്നാൽ ഇവരാര് വഴിപ്പെടൂലെന്ന് അറിയാൻ വേണ്ടി. ഓടിപ്പോകാൻ സമ്മതിച്ചില്ല, തോക്കും കൊണ്ടു വളഞ്ഞു. അങ്ങനെ ഈ 900 ആളുകൾ മരിച്ചു. പിന്നെ അയാൾ മരിച്ചു. അയാളും എന്ത് ഭീഷണക്കാരനാണ്? നാളെ മറ്റന്നാൾ ലോകാവസാനം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഡൂംസ്ഡേ മാസക്കേറുകൾ നടന്നിട്ടുണ്ട് ലോകത്ത്. എത്ര സംഭവ ഈ വിഷയത്തിലുള്ളതെന്നറിയോ? ഭയങ്കര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ചില കൾട്ടുകളാണ്, അവർക്ക് അതിൻ്റെ പിന്നിൽ ലാഭമുണ്ട്. അന്ധവിശ്വാസികളുമാണ്. എന്തിനാ ഇയാൾ ജീവൻ പോയത്? അന്ധവിശ്വാസം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ. ഇതിനിടക്കുണ്ടായാലും ഒരു സംഭവം എന്ത്? ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവമുണ്ട്. എന്ത്? ഇതിനടുത്ത കാലത്തുണ്ടായൊരു സംഭവമുണ്ട്. അല്ലാഹു സ്വല്ലി വസല്ലം ബാരിക അലൈഹി. ഇത്രാം തീയതി ലോകം അവസാനിപ്പിക്കുന്ന ചില യൂറോപ്യൻ സംഘടനകൾ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ബിഫോർ 4 years ആണെന്നാണ് എൻ്റെ ഓർമ്മ. 4 കൊല്ലം മുമ്പോ മറ്റോ. ഒന്നും സംഭവിച്ചില്ല. അങ്ങനത്തെ കൾട്ടുകൾ ലോകത്തുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങൾ കൂടണ്ട. ആ കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ മുസ്ലിം സംഘടനകളുണ്ട്, മഹദി സംഘങ്ങളുണ്ട്. മഹദിൻ്റെ പേരിൽ സംഘങ്ങൾ. ഇന്ന് ലോകത്ത് ഞാൻ അറിഞ്ഞോളത്തോളം 20ഓളം സംഘടനകളുണ്ട്, മഹദി സംഘങ്ങൾ. ഞങ്ങളാണ് മഹദിയുടെ ആളുകൾ. അതിൻ്റെ പേര് ചൂഷണം ചെയ്യുക ജനങ്ങളെ. മഹദി സംഘങ്ങൾ എത്ര ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ. അതെന്ന് മാത്രമല്ല, AD 874 ജനിച്ച് 934 മരിച്ച, AD 1900 അല്ല, AD 874 ജനിച്ച് 934 മരിച്ച അബ്ദുള്ള അഹ്മദി ബില്ല, അതെ, അബ്ദുള്ള അൽ മഹ്ദി ബില്ല, ഫാത്തിമ ഖലീഫയായിരുന്നു. അയാൾ ഞാൻ മഹ്ദിയാന്ന് വാദിച്ചാളാണ്. മഹ്ദിയാണെന്ന് വാദിച്ചാണ്. സഫാവിദുകളുടെ ഇടയിലുണ്ട്. ഇവർ സഫാവിദുകളാണ്, അതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ പലപ്പോഴും ഞാൻ മഹ്ദിയാന്ന് വാദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുമാണ്. മുസ്ലിങ്ങളിൽ മാത്രമല്ല, മുസ്ലിം അല്ലാത്ത വിഭാഗത്തിലാണ് ഇപ്പൊ ഞാൻ ഈ ജോണിന്റെ വിഭാഗത്തെ കാണിച്ചത്. മുസ്ലിങ്ങളല്ലല്ലോ. അത്തരം കൾട്ടുകൾ മറ്റു സമുദായങ്ങളിലുണ്ട്. മഹ്ദിയാന്ന് വാദിക്കുന്ന ഇഷ്ടം പോലെ, മിശിഹയാണെന്ന് വാദിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യാനികളിലുണ്ട്. അത് മുതലെടുപ്പ്, പിന്നെ വിഷാദരോഗം. അത് മാനസിക രോഗമാണ്. ഞാൻ മഹ്ദിയാണ് തോന്നൽ മാനസിക രോഗമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം.
മഹദിയാണെന്ന് മഹദിയോട്ട് പറയില്ല. അതിന്റെ പേരിൽ കുറച്ചാളുകൾ തിന്നും കുടിച്ച് നടക്കൂല. അങ്ങനത്തെ മഹദിനെ ഉറപ്പിച്ചോളാം മഹദിയല്ല. ഞാനാണ് മഹദി, വരിയും വരിയും മഹദി, ഇത് മതി അറിയില്ല. മഹദിന്റെ ഒപ്പം ആളോട് കൂടെ ചെയ്യാം. ജനങ്ങൾക്കൊരു ഉത്ബോധനം ഉണ്ടാവും, ഒരു ഉള്ളറിവ്, ഇത് മഹദിയാണ്. മഹദിക്കും അറിയും, എന്നറിയും, അന്നറിയും. തൻ്റെ കുട്ടിക്കാലത്ത് മഹദിക്കാൻ മഹദിയെന്നറിയില്ല. 40 വയസ്സ് കഴിയാതെ മഹദിക്കാൻ മഹദിയെന്നറിയില്ല. മഹദി പരിശീലനമില്ല, മഹദി ഇൻസ്റ്റിറ്റ്യൂട്ടില്ല, മഹദി സംഘടന ഇല്ല. യുസ്ലിഹു ഫീ ലൈല, ഒരു രാത്രിക്കടയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഞാനാണ് മഹദി. പിറ്റേന്ന് രാവിലെ യൂറോപ്പ് തകരും. അതിൻ്റെ ഇടയിൽ ഇനി ഒരു വ്യത്യാസമില്ല. അതിനപ്പുറം മാനസിക രോഗം, ഭ്രാന്ത്, മാനസിക രോഗം ലോകത്തിന് പല ഭാഗത്തുണ്ട്. അങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടി ആളുകളുണ്ട്. ഒരു പേച്ച പോയി. മാനസിക രോഗി പേച്ചൊന്നല്ല, മാനസിക രോഗി രക്ഷപ്പെടും. എന്തുകൊണ്ട്? മാനസിക രോഗമാണല്ലോ. അതേസമയത്ത് അതിൻ്റെ പിന്നെ സംഘടന ഉണ്ടെങ്കിൽ പരാജയപ്പെടും. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു നിങ്ങളോട്, മിനിഞ്ഞാന്ന് പറഞ്ഞു ഒരു വലിയ നിസ്കരിക്കാതിരിക്കുക. അതേസമയം വലിയ ഒപ്പമുള്ള ആളുകളെ നിസ്കരിക്കാതിരിക്കണം എങ്ങനെ? ഞാൻ അതിൻ്റെ മതം എനിക്കോട്ട് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് മാനസിക രോഗം. ഇപ്പം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് സംഭവിച്ചത് അയാൾക്ക് മറ്റു ചില ആളുകൾ വിഷം കൊടുത്തതാണ്, ചില മരുന്ന് കൊടുത്തു, അങ്ങനെ ആക്കൽ നീങ്ങി എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ അയാൾ നാളെ രക്ഷപ്പെടാം. അയാൾ ഭയങ്കര ആളാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞാൽ ചരിത്രം കണ്ടതിലെ വലിയ ഉഷാറുള്ള ആളുകളിൽ ഒരാളാണ്. അതായത് അയാളെപ്പോലെ വാദപ്രതിവാദം നടത്തിയ, മറ്റുള്ളവരോട് വാദപ്രതിവാദം നടത്തിയ, ഖുർആനിൻ്റെ പേരിൽ വെല്ലുവിളിച്ച ഒരാൾ ഒരു 100-300 കൊല്ലത്തിനുള്ളിൽ ലോകത്തുണ്ടാവില്ല. അത്രയും വലിയ ആളാണ്. അവസാനം മറ്റു പല ആളുകളും ഈ വ്യക്തിക്ക് ചില മരുന്ന് കൊടുത്തു. ആ മരുന്നിൽ അയാൾക്ക് എന്ത് നീങ്ങി? അക്കൽ നീങ്ങി എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട്. എന്നോട് ഖബീറായ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയ കാഫറാണെന്ന് ഇജ്ജ് പറയരുത് കേട്ടോ. അതേസമയത്ത് ഖാദിയാനികൾ കാഫറെന്ന് പറഞ്ഞ ആളാണ്. കാരണം അയാൾക്ക് എന്ത് സംഭവിച്ചതാകാം? പറയാൻ അക്കൽ നീങ്ങിയതാകാം. ഇവർക്ക് അക്കൽ നീങ്ങിയാലല്ലോ, ഇവരെല്ലാം കൂടി വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. അയാൾക്ക് നാളെ രക്ഷപ്പെടാൻ ഒപ്പുണ്ട്. കാരണം അയാൾക്ക് എന്ത് പറ്റിപ്പോയിട്ടുണ്ടാവും? പറയാ എന്ത്? ജുനൂനായി കഴിഞ്ഞാൽ മജ്നൂനു, ഭ്രാന്തന് മലക്കൾ എഴുതൂല. ഉണരുന്നവരെ മലക്കൾ എഴുതൂല. അൽ മജ്നൂന് ഹത്ത അഫാഖ, ബോധം തെളിയുന്നവരെ മലക്കൾ ഹത്ത യസ്ഹു. അയാൾ മനസ്സിലാവേണ്ട പറഞ്ഞത്, അയാൾക്ക് ബോധം തെളിയുന്നവരെ മജ്നൂന് മലക്കൾ എഴുതൂല. അയാൾ ആരാണ്? അക്കല് നീങ്ങി, മറ്റുള്ളവർ ചതിച്ചതാകാം, അല്ലെങ്കിൽ പിരാന്തായതാകാം, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ചേകനൂരിന് ഭ്രാന്തായാലും ചേകനൂരികൾക്ക് ഭ്രാന്താവില്ലല്ലോ. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. സപ്പോസ് അങ്ങനെ വെക്കാം. അപ്പൊ അയാൾക്ക് വിടുതി ഉണ്ടാവും, മറ്റൊരു വിടുതി ഉണ്ടാവില്ല. അപ്പൊ ഏതോ ഒരുത്തൻ മാനസിക രോഗിയായി ഞാനാണ് മഹദി എന്ന് പറഞ്ഞാൽ ഇജ്ജയിനെ പിന്നാലെ കൂടെ ഉണ്ടാ, അനക്കതിന് ഉതിറില്ല. ഉഷാറിലിരിക്കണം. ഇപ്പൊ ചില കൾട്ടുകളാണ് എന്ത് മഹദി സംഘം. ഇപ്പോൾ ലോകത്ത് 20-ലേറെ സംഘം, ഞാൻ പഠിച്ച സംഘങ്ങൾ ഇപ്പൊ ലോകത്തുണ്ട്, പണ്ടുണ്ട്. ഇപ്പൊ സുഡാനിലുണ്ടായിരുന്ന ഒരു മഹദിയാണിത്. ഇയാൾ 1885 മരിച്ചിട്ടുണ്ട്. ഇയാൾ മഹദി. ഇയാളുടെ പേര് മുഹമ്മദ് അഹമ്മദ്. ഞാൻ മഹദിയാന്ന് വാദിച്ചു. ഇയാൾ ജനനം 1843, മരണം 1885. 1843 ജനിച്ചിട്ട് 1885 മരിച്ച ആളാണ് ഈ മുഹമ്മദ് അഹമ്മദ്. ഇയാൾ വാദിച്ചു എന്നല്ല, അയാളുടെ ലോകം കുഴങ്ങി. അവസാനം ബ്രിട്ടൻ അയാളോട് യുദ്ധത്തിന് വന്നു. 1885 ബ്രിട്ടൻ തോറ്റു ഇയാളെ സൈന്യത്തോട്. അയാൾ മഹദി സ്റ്റേറ്റ് സ്ഥാപിച്ചു സുഡാനിൽ. ഇയാൾ വാദിച്ചിട്ടുണ്ട്. കാരണം ഈ കൾട്ട് ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് അനുയായികൾ ഭയങ്കര തീവ്രവാദികളായിരിക്കും. കാരണം അവരെ മുന്നിൽ ഒന്നും പേടിക്കല്ല. കാരണം ലോകം നാളെ മനുഷ്യ അവസാനിക്കാൻ പോകില്ലേ. അപ്പൊ നമ്മൾ ചെയ്തായാൽ മരിച്ചോളാം. ഞാൻ ഇപ്പൊ പറഞ്ഞു ഇറാനികളെ പ്രശ്നം. ഈ ഇറാനികളോട് മുട്ടാൻ പോകരുത്. ഈ ഇറാനികൾ മാനന്മാരായതുകൊണ്ടല്ല. ഒരു കൂട്ടർക്ക് ജീവൻ പോകാൻ പേടിയില്ലെങ്കിൽ പിന്നെ ഓരോടും എന്തിനാ മുട്ട പോണ്?
അത് വലിയ തലവേദന ഉണ്ടാക്കും. ഇനി ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് അമേരിക്ക ഹോർമസ് മുതലേക്ക് പിടിച്ചടക്കി ഇറാനെയും പിടിച്ചടക്കാൻ പ്രശ്നം തീരില്ല. കാരണം ഇവർ പ്രാന്തന്മാരാണ്. ഈ പ്രാന്ത സംഘം ഇനി ലോകത്തിന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നേതാക്കന്മാരെ കൊല്ലും. പിന്നെ അവരുടെ കൂട്ടത്തിൽ സെൽഫ് ബോംബുകൾ ഉണ്ടാവും. അങ്ങാടിന്റെ നടുവിൽ പൊട്ടും. അവരെ വിശ്വസിക്കാനേ പറ്റൂല. ഒരു കാലത്തും അവർ നമ്മളോട് കോംപ്രമൈസിക്കാനായാലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ അലി ലാരിൻജാനിനെ കൊന്നു. അത് അവരെ രണ്ടാമത്തെ ആളാണ്. അതായത് ബുദ്ധികേന്ദ്രമാണ്. ഇതിൽ അമേരിക്ക ചെയ്ത മുഴുവൻ ബുദ്ധിശൂന്യതയാണ്. അവരെ നിങ്ങൾ കൊല്ലണ്ട. ഇറാനെ തോൽപ്പിച്ചിടാണം. ഇറാനെ തോൽപ്പിച്ച് ഇറാനെ വൈപ്പെടുത്തിയതിനു ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും സദ്ദാം ഹുസൈനെ കൊന്നതുപോലെയല്ല. സദ്ദാം ഹുസൈൻ നേതാവല്ല. അതേസമയത്ത് കാംനായി ആത്മീയ നേതാവാണ്. ആ ഒരു വാശി ജനങ്ങൾക്ക് വിടനല്ല. അതിൽപ്പെട്ട ഒരാളാണ് ഒരു ആത്മീയ നേതാവ്. ഇയാൾ മഹദി സ്റ്റേറ്റ് സ്ഥാപിച്ചു. തോൽപ്പിച്ചു. ആരെ? ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചു 1885. അന്ന് ബ്രിട്ടീഷുകാര് പിന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ആളുകളുമാണ്. എന്നിട്ട് തോറ്റ് ഓടി. കാരണം ആജാദി യുദ്ധമാണ് ഇവർ നടത്തിയത്. അതവരുടെ സ്റ്റേറ്റാ. ഈജിപ്തിന്റെ ഒരു ഭാഗം, സുഡാന്റെ ഒരു ഭാഗം, ഒരു വിശാലമായ സാമ്രാജ്യം സ്വന്തം സ്റ്റേറ്റാക്കി. ആര്? എന്താണ് മുഹമ്മദ് അഹമ്മദ് അല്ലേ പേര്? എന്താ മുഹമ്മദ് അഹമ്മദ്. 885 ഇയാൾ മരിച്ചു. പിന്നെ അയാളുടെ മകൻ അബ്ദുള്ള മുഹമ്മദ് രാജാവായി. അയാൾ പിന്നെ ബ്രിട്ടീഷുകാർ കൊല്ലണത് 1899. അയാളെ സൈന്യത്തിന്റെ യുദ്ധമാണത്. ഒരു അന്തല്ലാത്ത ആളുകളാണ് അവര്. ഒരു അന്തല്ലാത്ത ജനത. അവര് അങ്ങനത്തെ യുദ്ധമാണ്. അതായത് ആദ്യം മുന്നിലേക്ക് ഒരു ചാടും. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങും ഞമ്മക്കേറ്റ പെച്ചോം. അപ്പൊ ആ യുദ്ധവീര്യം കുറയും. അപ്പോൾ തോൽപ്പിക്കാൻ കഴിയും. ആദ്യകാലത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഭയങ്കര വാശിയായിരിക്കും. അവർ നേതാവ് ആത്മീയ നേതാവായിരിക്കും. ഇത് തനി ജഹാനത്വമായിരിക്കും. ഇങ്ങനത്തെ സംഘങ്ങൾ ലോകത്ത് പല. അതിന് മുതലെടുപ്പുണ്ട്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ്. ഇതാ അവരെ പതാകയാണ്. ഇതാ അവരെ പതാകയിൽ എഴുതിയത്. ഇതാണ് പതാക. മഹദി സ്റ്റേറ്റിന്റെ പതാകയിൽ യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ അഹദ് യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദുൽ മഹ്ദി ഖലീഫത്തു റസൂലില്ലാഹ്. പിന്നെ ഒരു യുദ്ധം ചെയ്യൂലേ? മുഹമ്മദുൽ മഹ്ദി. മുഹമ്മദ് ബിൻ അഹമ്മദ് ആരാണ്? മഹ്ദിയാണ്. ഖലീഫത്തു റസൂലില്ലാഹ്. ഇതാണ് അവരെ പതാകയിൽ. അള്ളാഹു റസൂലിന്റെ പതാകയിൽ വരെ ഈ ജാതി എത്തില്ല. ആ ജാതി എത്താണ് അവരെ പതാകയിൽ. അങ്ങനെ 1000 അയാൾ മരിച്ചു. മരിച്ചിട്ട് ഇന്ന് അയാളെ മഖബറയാണ്. അപ്പൊ ഈ സംഘം ഇപ്പോഴും എവിടെ ഉണ്ട്? സുഡാനിലുണ്ട്. ഇതാണ് മഖബറ. ബ്രിട്ടീഷുകാർ 899 ഇയാളെ മഖബറ തകർത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ ഇറാനിലെ ഒരു ശക്തിയാണ്. ഇപ്പോഴും ശക്തിയാണ്. ഇപ്പൊ ഇയാളെ മക്കള് പേരെ കുട്ടികളൊക്കെ ഉണ്ട്. 1979 കഅബാലയത്തിൽ ഒരു ഉപരോധം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഏവിന്റെ പാട്ടൊക്കെ ഉണ്ടത്. എന്താ ഓർമ്മയില്ല. എന്താണ് പാട്ട്? ഏവിയുടെ പാട്ടുണ്ടായില്ലേ? അള്ളാഹുവിന്റെ പോരിശ പ്രകാശ ഗേഹമേ. ആ പാട്ടിന്റെ പകുതി ആയാൽ ഇവരെ പറ്റിയാ പറയുന്നത്. സുബഹി നിസ്കരി അങ്ങനെയല്ലേ? അല്ലേ? സുബഹിന് അങ്ങനെ ഒരു വരിയൊക്കെ ഉണ്ട്. സുബഹി നിസ്കരിക്കാൻ ഒരു വരികയാണ്. ജുഹൈമാനുൽ ഹുത്തൈബിയാണ് നേതൃത്വം കൊടുത്തത്. കാരണം എന്താ സ്വയം അയാൾ പക്ക വഹാബിയാണ് ജുഹൈമാൻ എന്നല്ല. സൗദിയുടെ വഹാബി സൈന്യത്തിൻ്റെ ഒരു വഹാബി സൈന്യം ഉണ്ടായിരുന്നു. അതായത് പബ്ലിക്കിനെ കൂട്ടിയൊരു സൈന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? അബ്ദുൽ അസീസ് രാജാവ്. പബ്ലിക് സൈന്യം. ആ സൈന്യത്തിൻ്റെ ഒരു കമാൻഡറായിരുന്നു ജുഹൈമാനുൽ ഹുത്തൈബി. പിന്നെ അയാൾക്കൊരു വാദം വന്നു. എന്ത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളയായ മുഹമ്മദ് ബിൻ അബ്ദുള്ള ഖഹ്താനി മഹ്ദിയാണ്. അപ്പൊ പിന്നെ അവർക്ക് കഅബ പിടിച്ചടക്കണം. തോക്കുമായി ദുഷ്ടരെത്തി അങ്ങനെയൊക്കെ ഉണ്ട് ആ പരി. എങ്ങനെ? സുബഹി വണങ്ങിടും നേരം തോക്കുമായി ദുഷ്ടരെത്തി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? 300ഓളം ആളുകളെയാണ് അന്ന് കഅബന്റെ മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിലിട്ട് കൊന്നത്.
600 അഭിപ്രായമുണ്ട്. അവസാനം വെള്ളടിച്ച് കയറ്റി കൊല്ലയത്. അവർ 14 ദിവസമാണ് അവർ മസ്ജിദ് ഹറാം കൈവശപ്പെടുത്തിയത്. 14 days. എത്ര? 14 ദിവസം അവരെ കയ്യിലായി ഹറം. എന്ത് ചെയ്യും? എന്താ കാരണം? ഇയാളെ ഈ ജുഹൈമാൻ ഉത്തൈബിയുടെ ഭാര്യയുടെ ആങ്ങള മുഹമ്മദ് അബ്ദുള്ള കഹ്താനി ആരാണ്? മഹ്ദിയാണെന്ന വാദം. അപ്പോൾ അവർ പിന്നെ വഹാബി സ്റ്റേറ്റിനെതിരായി. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഇത്തരം മഹദിസ്റ്റുകളുണ്ട്. ആ മഹദിസ്റ്റുകൾ നമ്മളെ ഈ സംഘടനകൾക്ക് മൊത്തം എതിരാവും. അവൻ ശരിയില്ല, അതും ശരി, അവൻ ശരിയില്ല, അതും ശരിയില്ല, പിന്നെ എന്താ ശരിയാകുക? നിങ്ങളിത് വളരെ ചിന്തിക്കണം. ഞാൻ നിരൂപകനാണ്. എം കൃഷ്ണൻ നായർ എന്നൊരാളുണ്ടായിരുന്നു ഇവിടെ, സാഹിത്യ നിരൂപകൻ. അയാളെ കൊണ്ട് പല ആളുകൾ എഴുത്ത് പഠിച്ചു. എന്തെങ്കിലും ഒരു തെറ്റ് സാഹിത്യത്തിൽ വന്നാൽ പിറ്റേന്ന് കൃഷ്ണനായർ പറയും. സാഹിത്യ വാരഫലം എന്നൊരു പേജ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കലാകൗമുദിയിൽ. ഞാൻ ഒരുപാട് കല വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചാൽ ആ വായിച്ചിറങ്ങിയ മൊത്തം നോവലുകൾ എന്താണെന്ന് അതിന് മനസ്സിലാക്കാം. അപ്പോൾ ഇയാളിതിനെതിരല്ല, ശുദ്ധീകരിക്കുകയാണ്. അതേസമയത്ത് ഇതിനെ നിരാകരിക്കാൻ പാടില്ല. നിരോധിച്ചാൽ സമൂഹം നശിച്ചുപോകും. ഇവരെന്താ ചെയ്യുന്നത്? ഇതിനെ നിരാകരിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഈ സംഘത്തിൽ കൂടിക്കോളൂ. എന്നിട്ട് രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഉള്ള പരിപാടികൾ, ക്ലാസുകൾ, അങ്ങനത്തെ കുറേ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ 1990-കളിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അവർ പിന്നെ പല രാഷ്ട്രീയ സംഘങ്ങളായി മാറിയിട്ടുണ്ട്. എന്തല്ലേ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള സ്റ്റഡി ക്ലാസ്സുകൾ ഇവിടെ നടന്നിട്ടില്ലേ? അതുകൊണ്ട് ഞാനതിനെതിരെ ഇഷ്ടംപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് അതിനൊന്നും കാണാനില്ല. പക്ഷെ ആ കൾട്ടിൻ്റെ സ്വാധീന സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കരമാണ്. അതെല്ലാ ജനത്തിലുണ്ടാവും. അവരെ കൊന്നു, ഭയങ്കര, അയാളെ തലവെട്ടിക്കൊന്നു. BBC റിപ്പോർട്ടാ, മെക്ക 1979 ദ മോസ്ക് സൈറ്റ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് സൗദി ഹിസ്റ്ററി. അന്നത്തെ ആ സംഭവം സൗദിയുടെ ചരിത്രത്തെ തന്നെ മാറ്റി. പിന്നീട് സൗദി ഒരു സ്ലോ ലെവലിലുള്ള വഹാബിയത്തിലേക്ക് വരാൻ കാരണം ജുഹൈമാൻ ഉത്തൈബ. മനസ്സിലായില്ലേ? പഴയ കാലത്ത് ഭയങ്കര വഹാബികളായിരുന്നു ആര്? സൗദി ഭരണകൂടം. ഇപ്പൊ സൗദി ഭരണകൂടം ഒരു സ്ലോ ലെവലിലേക്കുള്ള വഹാബിസത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം BBC റിപ്പോർട്ടാണിത്. അത് ചേഞ്ച് ദ കോഴ്സ് ഓഫ് സൗദി ഹിസ്റ്ററി. സൗദിയുടെ ആ കോഴ്സിനെ തന്നെ ഇത് ചേഞ്ച് ആക്കി കളഞ്ഞു. ലോകത്ത് മുഴുവൻ വഹാബിയത്ത് നടക്കണമെന്ന ധാരണയായിരുന്നു 979 വരെ ആർക്കുണ്ടായിരുന്നത്? സൗദിക്ക്. പിന്നെ സൗദി നേരെ സ്ലോ ലെവലിലേക്ക് വന്നു. കാരണം ഈ ജാതി ആളുകൾ രംഗത്ത് വന്നാൽ നാടുവശവും നേരുണ്ട്. അപ്പൊ അത്തരം കൾട്ടുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നത് നമ്മൾ നിയന്ത്രിക്കണം. ഇപ്പൊ നമ്മുടെ ക്ലാസിന്റെ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത്തരം ആളുകൾ എന്ത് ചെയ്യാനറിയോ? ആളുകളെ വലിക്കും. ഈ അള്ളാഹ് ക്ലാസ്സിന് വന്നിരുന്ന ചില ആളുകൾ ഇപ്പൊ വരുന്നില്ല. ആ കൾട്ടുകളൊക്കെയാണ്. എന്താ അവരോട് പറയാനുള്ളത്? അപ്പൊ പറയണത് പകുതി മനസ്സിലാക്കുമ്പോൾ പായും. എന്താണ് ഈ പറയുന്നത് എന്ന് ഈ വിദ്യകൾ മനസ്സിലാക്കണില്ല. മനസ്സിലാക്കണത് എന്താ? ഇറാൻ യുദ്ധം ഉണ്ടാവുക, രണ്ടാലൊരു കാര്യം ഉണ്ടാവും. നാളെ മറ്റന്നാൾ അടുത്ത കാലത്തൊന്നും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് കരുതും വേണ്ട. അതൊരു പണിയാണ്. ഉണ്ടാകും, പണിയില്ല, ഉണ്ടാവില്ല, അതിനും പണിയില്ല. ഞാൻ എടുക്കണ പണിക്ക് പണിയാണ്. ഇത് ഭയങ്കര പണിയാണ്. ഞാൻ രണ്ടൂട്ടര മുന്നിലും തോറ്റു. ഇപ്പൊ ഖിയാമത്ത് നാൾ അടുത്തെത്തി, ഇങ്ങോട്ട് പോരി. ഇതിന് പണിയുണ്ടോ? ഇഷ്ടംപോലെ ആയത്ത് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ശാസ്ത്രകാരന്മാരെ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ ഖിയാമത്ത് നാളായി പോയിരുന്നോളൂ. ഇപ്പൊ ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ട് ലോകത്ത്. അങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ പൊട്ടും. ഡൂംസ്ഡേ ക്ലോക്കിനെ പറ്റി കേട്ടിട്ടില്ലേ? കേട്ടവരൊന്ന് കൈയോക്കി മനുഷ്യന്മാരെ. അപ്പതാ ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ട് ലോകത്ത്. അതായത് ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ലോക്കിന് ഇനി കുറഞ്ഞ മിനിറ്റ് കഴിഞ്ഞാൽ എവിടേക്കെത്തി? മിഡ് നൈറ്റിലെത്തി ലോകാവസാനം ഉണ്ടാവും. മനസ്സിലല്ലോ? അത് മിഡ് നൈറ്റ് എത്തിയാൽ ലോകാവസാനം ഉണ്ടാവില്ല. നിങ്ങൾ അതിമ പേടിച്ചണ്ട, അതിമ നിങ്ങളൊന്നും പേടിക്കണ്ട. ഇതൊക്കെ ശാസ്ത്രകാരമായി സ്ഥാപിച്ചതാ. ഡൂംസ്ഡേ ക്ലോക്ക് സ്ഥാപിച്ചത് ആരാ? ഈ സാധുക്കളായ നമ്മളാരുമല്ല, ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാരാ സ്ഥാപിച്ചത് ഡൂംസ്ഡേ ക്ലോക്ക്. ന്യൂയോർക്കിലാന്ന് എൻ്റെ ഓർമ്മ. ന്യൂയോർക്കിലല്ലേ മോനെ? അല്ലേ? ന്യൂയോർക്കിലാന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും ന്യൂയോർക്കിലാന്ന് എൻ്റെ ഓർമ്മ. ആ ക്ലോക്കിൻ്റെ ചിത്രമൊക്കെ ഞങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത് പോയി ജനങ്ങൾ ഫോട്ടോ എടുക്കാറുണ്ട്. ഇപ്പം അടുത്ത് ലോകം അവസാനിക്കുന്നതാണ്. ആ ക്ലോക്ക് രാത്രി 12 മണി എത്തിയാൽ ലോകം അവസാനിച്ചു. എത്താൻ കുറഞ്ഞ മിനിറ്റ് ബാക്കിയുള്ളൂ. ഒരു മിനിറ്റ് ചിലപ്പോൾ 10 കഴിയും. ഒരു മിനിറ്റ്
അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. ഈ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് ഡൂംസ്ഡേ ക്ലോക്ക് രാത്രി 12 മണിക്ക് എത്തും. അപ്പോൾ ലോകം അവസാനിക്കുന്നതാണ് വിശ്വാസം. അത് തെറ്റാണ്. ഇത് ആരെ വിശ്വാസമാണ്? വലിയ സയന്റിസ്റ്റുകളുടെ വിശ്വാസമാണ്. അത് തെറ്റാണ്, ഇത് നോണയാണ്. അതിനൊരു പണിയില്ല. നാളെ ലോകാവസാനം അറിയാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, എന്ത് ഇപ്പോഴൊന്നും അവസാനിക്കൂല കേട്ടോ, നിങ്ങൾ ധൈര്യത്തെ മുന്നോട്ട് പോയിക്കോളി. അത് ശുഭാപ്തി വിശ്വാസം ജനങ്ങളിൽ കൂട്ടും. അത് മനുഷ്യന്മാർ പിന്നെയും ഈ ഉപ്പിലിട്ടീന് പായും. അത് 10 കോടി കൊണ്ട് കല്യാണം ഉണ്ടാക്കും, 100 കോടി കൊണ്ട് വീടുണ്ടാക്കും, ചാടിക്കളിക്കും. മനസ്സിലായില്ല? JCBയിൽ പുതിയാപ്പള കൊണ്ടുപോകും. എന്ത് ബോധമില്ലാത്തോണ്ട് പറയാ, ഖിയാമത്തിനാണ് ബോധമില്ലാത്തോണ്ട്. നിങ്ങൾ ആരും പേടിക്കേണ്ട, അടുത്ത കാലത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അത് അറിയുന്ന ആൾ തന്നെയാണല്ലോ ഞാനും. അത് അറിയുന്ന ആൾ തന്നെയല്ലേ മുത്തുനബി. ഞാനും ഖിയാമത്ത് നാളും ഇങ്ങനെയാണ്. അപ്പൊ ലോകത്തിനെ ഏറ്റവും പേടിപ്പിച്ച ആളാരാ? മുത്തുനബി. എന്നിട്ട് 1400 കൊല്ലം അങ്ങനെ വന്നിട്ടില്ലല്ലോ. അനവസാക്കഹാത്തൈനി ഹബീബ റസൂലുള്ളാഹ് സബ്ബാബത്തിലേക്ക് ഉസ്തയെ ചേർത്തു. അപ്പൊ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഞാനും ലോകവും ഇങ്ങനെയാണ്. ഒരാളെ തലയിലേക്ക് റസൂലുള്ള കൈ ഇങ്ങനെ വെച്ചു. ഞാനും ഖിയാമത്ത് നാളിൽ ഇത്ര അകലേ ഉള്ളൂ. ഒന്നിങ്ങനായ തലയിൽ തട്ടി ഖിയാമത്ത് നാളുണ്ടായി. ഇതാര് പറഞ്ഞതാ? ഞാനും ഖിയാമത്ത് നാൾ ഒരു വസ്ത്രത്തെ പോലെയാണ്. ആ വസ്ത്രം പണ്ട് മുതലേ ചീന്നിയിട്ടുണ്ട്. ഒരു നൂലറ്റ് പോകാനേ ബാക്കിയുള്ളൂ. ആ നൂലറ്റ് പോയാൽ ഖിയാമത്ത് നാളായി. അപ്പൊ ജനങ്ങൾ പേടിപ്പിച്ച ആളാരാ? ജനങ്ങൾ പേടിപ്പിച്ച ആളാരാ? ഹബീബ റസൂലുള്ളാഹ്. ഈ പേടിയ ദീന്. അതേ പേടി നിങ്ങൾക്ക് മുതലെടുപ്പിന് ഉപയോഗിക്കാം. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടോ. അതേ നബിയാണ് എന്ത് പറഞ്ഞത്? ഇദാ ഉഖീമത്തിസ്സാ വഫീ യദികും ഫീ യദി അഹദികും ഫസീല ഫലിയഗ്രിസ. ഇന്റലിജന്റ് ആയിരിക്കും ഈ പണി. അപ്പൊ നബിയുടെ 2 പണിയെടുത്ത്. ഞാനും ഖിയാമത്ത് നാളും ഇങ്ങനെയാണ്, ഞാനും ഖിയാമത്ത് നാളും ഇങ്ങനെയാണ്, ഞാനും ഖിയാമത്ത് നാളും ഒരു നൂലറ്റ് പോകാൻ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ നൂലറ്റാൽ ഈ വസ്ത്രം തീർന്നു. അപ്പൊ എന്തായി? ഖിയാമത്ത് നാളായി. ഇത് പറഞ്ഞ ആളും ആരെന്നെയാണ്? നബി. അതേ നബിയാണ് പിന്നെ എന്ത് പറയുന്നത്? ഗോളങ്ങളൊക്കെ കൂട്ടി മുട്ടി. അപ്പോഴാണ് നിങ്ങൾക്ക് ഒടിച്ചുത്തിയാ തളിർക്കുന്ന ഒരു കൊമ്പ് കിട്ടിയെങ്കിൽ ഒടിച്ചുത്തണേ. അതിന്റെ പണി എന്താ? ഒരു സ്ഥലത്ത് പേടി, ഒരു സ്ഥലത്ത് പ്രതീക്ഷ. ഇത് രണ്ടിനിടയിൽ 5 പോണ്ട്. പേടി മാത്രമായ അതിൽ കൾട്ടാണ്, പ്രതീക്ഷ മാത്രമായാൽ ഭൗതിക പ്രമത്തനാണ്. ഒരു പുതിയ എന്റെ പേരൊക്കെ വിചാരം. ലോകാവസാനത്തെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളെ പേടിക്കണ്ട, അതൊക്കെ ജനങ്ങളെ വെറുതെ പേടിപ്പിക്കാണ്. ഇത് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? റഷ്യ നാട്ടുകാർക്ക് 2 അവസ്ഥ കൊടുക്കണ്ട്. എന്ത് എന്ത്? 2 അവസ്ഥ. ഇപ്പൊ ആമിഷകളെ പറ്റി പറഞ്ഞു. ആമിഷകൾ എന്താ ചെയ്യുന്നത്? കൃഷി ഭൂമി കൈവശപ്പെടുത്തി കൃഷി ചെയ്തു. അപ്പൊ ഞാനും പറഞ്ഞു നല്ലതാണെങ്കിൽ പറ്റും, നല്ലതാവുമല്ലോ എനിക്കറിയില്ല, അങ്ങനെ ഭൂമി ഇട്ടുമല്ലോ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ജനത ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യാണല്ലോ. 100,000 നാളെ ഖിയാമത്ത് നാളാണെങ്കിൽ ഇപ്പൊ എന്തിനാ 1000 ഏക്കർ കൃഷി 99 കൊല്ലം ലീസിന് എടുക്കുന്നത്? അപ്പൊ ഞാൻ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു 99 കൊല്ലം ലീസിന് എടുക്കാൻ നിങ്ങൾ ആരും പേരാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ വെച്ച് എന്നിട്ട് നമുക്ക് ലീസിന്, അങ്ങനെയാണെങ്കിൽ 99 കൊല്ലം ലീസിന് എന്തിനാ എടുക്കുന്നത്? അപ്പൊ എന്റെ വീക്ഷണ പ്രകാരം ഒരു വീക്ഷണം 99 കൊല്ലോ എന്ത് നിലനിൽക്കാം? ഭൂമി ഇറക്കാം. മനസ്സിലാണോ? മനുഷ്യൻ പ്രതീക്ഷ കൈവിടരുത്. ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും പറയും, ഇപ്പൊ നിങ്ങളെ അടിയിൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ നിങ്ങളെ അടിയിൽ നിന്ന് മരിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഓന് പറയും നിങ്ങളുള്ള കാലത്ത് ഞങ്ങൾ മരിക്കണം, അതാണ് ഞങ്ങൾ ആഗ്രഹം. ഈ 2 ആഗ്രഹം ഒന്നേ നടക്കുള്ളൂ. പക്ഷെ ആഗ്രഹിക്കൽ 2 ബാധ്യതയാണ്. അത് ഈ ആഴ്ച എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ മക്കൾ നമ്മളെ സ്നേഹബന്ധങ്ങൾ പറയും, ഇപ്പൊ ശരിക്കും ഞങ്ങൾ മരിക്കും, അപ്പൊ എന്തിനാണെങ്കിലും ഞങ്ങളെ കാര്യം വെറുതെ ആവില്ല, കുറച്ച് ദിവസമെങ്കിലും ഞങ്ങൾക്ക് ദ്വാരക്കുമല്ലോ. നിങ്ങളൊക്കെ നല്ല ആൾക്ക് എത്തിയിട്ട് മരിച്ചു പോലെ കാണണം, ഇതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ മരിക്കുമ്പോൾ മരിക്കും ഞങ്ങളാഗ്രഹം. ഇത് 2 ഒന്നല്ലേ നടക്കുള്ളൂ. പക്ഷെ 2 കൂട്ടർക്ക് അവിടെ എന്ത് വേണം? കുട്ടി പ്രതീക്ഷയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ ഈ ആഴ്ച
തമിഴ്നാട് പോയിട്ട് ഭൂമി എടുത്ത് 99 കൊല്ലം പൈസ ഒന്നും കൊടുക്കണ്ട, വിലക്ക് വാങ്ങണ്ട, നമുക്ക് ലീസിന് എടുക്കുക. എന്താ വിലക്ക് വാങ്ങാത്ത ഖിയാമത്ത് അതിന് മാത്രം പൈസ ഒന്നും നമ്മളെ കയ്യിൽ ഇല്ല. കൊല്ലത്തിൽ 100 രൂപ ലീസ് കൊടുക്കുക, ഒരു ഏക്കർക്ക് 1000 ഏക്കർ ലീസിന് എടുക്കുക. പറ്റുമല്ലെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാലോ. ഇപ്പൊ നമ്മളെ പച്ചക്കറി വിശ്വസിക്കാൻ പറ്റൂല. നമുക്ക് പണിയായി, വരുമാനമായി. വലിയ റിയൽ എസ്റ്റേറ്റിന്റെ അത്രയൊന്നും വരുമാനം ഉണ്ടാവില്ല. എന്നാൽ ആവറേജ് കുടുംബത്തിന് അങ്ങനെ കഴിഞ്ഞു പോകാം, ശുദ്ധമായ ഭക്ഷണം കഴിക്കാം. അവസാന കാലത്ത് അത് ചെയ്യണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 99 കൊല്ലത്തിൽ ലീസിന് എടുക്കുക. അപ്പൊ ഇപ്പൊ എന്തായി? 99 കൊല്ലം ഏതായാലും ഖിയാമത്ത് ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ആ 99 കൊല്ലം കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ലീസ് പുതുക്കാന്ന് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത 99 മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പൊ അതേ സമയത്ത് നമുക്ക് പ്രതീക്ഷ ഉണ്ട്. അതേ സമയത്ത് എന്തുണ്ട്? പേടിയുണ്ട്. പേടിയാണ് മനുഷ്യന്റെ നന്മയുടെ ആധാരം. നിരീശ്വരവാദിക്ക് പേടിയില്ല. കേരളത്തിലെ ഒരു നിരീശ്വരവാദി സ്വന്തം മകൾക്ക് കൊടുത്ത ഉപദേശം സോഷ്യൽ മീഡിയ കിട്ടും. നീ ആരെ കൂടെ നടന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഓൻ എന്തിൽ പേടിയില്ല. ഓന് ഖിയാമത്ത് നാൾ ഉണ്ടാവുന്ന അഭിപ്രായമല്ല, ഉണ്ടായാൽ പഠിച്ചവന്റെ കോടതി ഉണ്ടാവുന്ന അഭിപ്രായമല്ല, ഖിയാമത്ത് നാളിൽ തന്നെ അഭിപ്രായമില്ല. അപ്പൊ ഓനൊരു കാര്യം പേടിയില്ല. സ്വന്തം മകൾക്ക് അച്ഛൻ കൊടുത്ത ഉപദേശം. ഞാനും അങ്ങനെ തന്നെയാണ്. അച്ഛൻ പറയാണ്, ഞാൻ എനിക്ക് കൈ കിട്ടിയൊന്നും വിട്ടിട്ടില്ല, ഇജുമിടന്റെ മകളെ. ഇത് ഉപദേശിക്കണം ആരാരെ ആരാരെ. അതേ സമയത്ത് നമ്മളെ കുട്ടികളോടാണ്, ഞാൻ എൻ്റെ കുട്ടികൾ ഡോക്ടറുണ്ട്, അതെ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം ഡോക്ടർ ആരാണ്. ഞാൻ വന്നാളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറൊക്കെ കുട്ടീനെ കുറച്ച് പൈസ വേണമല്ലേ. കടം വാങ്ങിയ പൈസ എപ്പോഴും മടക്കി കൊടുത്ത് തീർന്നിട്ടില്ല, വെറുതെ കിട്ടൂലല്ലോ. ആകണ്ടാനായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഹൈദരലി ശിഹാബ് തങ്ങളോട് സ്വകാര്യമായി പോയി പറഞ്ഞു, തങ്ങളെ എൻ്റെ മകൾക്ക് MBBS പോകണമെന്നാണ് ആഗ്രഹം, ഞാൻ തങ്ങളെ അടുത്ത് കൊണ്ടുവരാം, തങ്ങളൊന്ന് ഉപദേശിക്കും എന്നെ മോളെ. തങ്ങൾ കേൾക്കും. ഞാൻ പറഞ്ഞിട്ട് കാര്യം കുട്ടി മനസ്സിലാക്കണില്ല. ആയിക്കോട്ടെ, നിങ്ങൾ ആളെ കൊണ്ടിരുന്നു. ഞാനും അപ്പൊ തങ്ങളെ ഏതായാലും തങ്ങളെന്ന് കാണാലോ എന്ന് വെച്ച് ബാപ്പ ഒക്കെ തങ്ങളെച്ച് ഭയങ്കര ബന്ധമുള്ള ആളുകളാണ് ബാപ്പ. അപ്പൊ എന്നാൽ ഞാനും പോരാറ് ഉമ്മ ഈ കുട്ടിയും കൊണ്ട് പാണക്കാട് കയറി ഹൈദർ തങ്ങൾ ഞങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ ബാപ്പാന് നേരത്തെ തന്നെ അറിയും. അവിടുന്ന് എണീറ്റു, ഇഷ്ടംപോലെ ആൾ ചുറ്റുമുണ്ട്. ബാപ്പാനെ കണ്ടപ്പോൾ തങ്ങളവിടുന്ന് എണീറ്റു, ആദ്യത്തെ മുറി കൊണ്ട് ഇരുത്തി. ഇവളാണിപ്പല്ലേ പറഞ്ഞ ഡോക്ടർ. ഇവളിപ്പോൾ അത്ര വലിപ്പവും കാര്യമൊന്നും ആയിട്ടില്ലല്ലോ, വലിയ തടിയൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് കെട്ടിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഉള്ള ഡോക്ടർ ആയിക്കോട്ടെ. ഞാൻ അപ്പോൾ ഡോക്ടർ ആകാതിരിക്കാൻ വേണ്ടി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ മെല്ലെ പോയി പറഞ്ഞു, തങ്ങളെ അതിനൊക്കെ പൈസ കുറേ വേണ്ടേ, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. അപ്പോൾ പോക്കറ്റിൽ നിന്നാണെന്ന് എൻ്റെ ഓർമ്മ. അത് തുറന്നാണ്ട് 1000 ഉറുപ്പിക എടുത്താണ്ട് പൈസ ഒക്കെ ഉണ്ടായിക്കോളിട്ട് പറഞ്ഞു. ഹക്ക് ഉണ്ടായി. എങ്ങനെ ഉണ്ടായി എനിക്കറിയില്ല. എൻ്റെ ബാപ്പാൻ്റെ എൻ്റെ ആത്മീയ ബാപ്പയാണ്, ബഹുമാനപ്പെട്ട അയിമാപ്പെട്ട ഒരാളാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ അവിടുത്തെ കറാമത്ത്. പൈസ ഉണ്ടായി. എന്നിട്ട് കുട്ടീനെ വിളിച്ചു, ഞങ്ങളവിടെ നിർത്തി. കുട്ടീനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോയി പീത്താത്താൻ്റെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ കുട്ടി പറഞ്ഞു, ഇതാ നമ്മളെ കാസിമിൻ്റെ മകളാണ്, MBBS പഠിക്കാൻ പോകത്തരേ, അതിന് പൈസ ഇല്ലാന്നാണ് കാസിമി പറയുന്നത്, നിങ്ങൾ 1000 ഉറുപ്പിക കൊടുക്കി. അപ്പോൾ ബീത്താത്തി പൈസ എടുത്തിട്ട് 1000 ഉറുപ്പിക എടുത്തു. ആ 2000 ഇപ്പോഴും പരിയിലുണ്ട്. അത് നമ്മൾ നേതാക്കന്മാരാണ്, അപ്പോൾ നമ്മളത് ചെയ്യും. അതേ സമയത്ത് നാളെ ഖിയാമത്ത് നാളാകുമെങ്കിൽ ഞാൻ പറയണ്ടേ, തങ്ങളെ നിങ്ങളെന്ത് ഭക്തനെ പറയണത് മറന്നു മനസ്സിൽ. അതേസമയം ഈ ആഴ്ച ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡോക്ടറായി പൈസ ഉണ്ടല്ലോ, എൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അള്ളാഹ്ക്ക് ഭയപ്പെടാനാണ് എൻ്റെ ആവശ്യം, എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ റബ്ബിനെ നോക്കിക്കോളും. എന്നെ ഞാൻ ഡോക്ടറാക്കിയത് ഇജ്ജിനെ അയച്ചുകൊണ്ടുവരാനല്ല. അതങ്ങനെ തങ്ങൾ പറഞ്ഞുകൊണ്ടായിക്കോട്ടെ, എനിക്ക് ആഗ്രഹം തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. തങ്ങളൊരു വാക്കുകൂടി പറഞ്ഞു, നമ്മളെ KMCC മെഡിക്കൽ കോളേജൊക്കെ വരികയാണ്, നമുക്ക് നല്ല ഡോക്ടർമാർ വേണം, ഇത് അതിന് പറ്റും. അവൾ വലിയ തള്ളിപ്പളപ്പെന്നുള്ള പെണ്ണല്ല, അവൾ പെട്ടെന്ന് കെട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പം വരില്ല, ഇതായിക്ക് ഇവിടെ നമുക്ക്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? ചിന്തിക്ക് ഇവിടെ മനസ്സിലാക്കണ്ടേ നമ്മള്. അതേ സമയത്ത് ഈ ആഴ്ച ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചു നോക്കി, നിങ്ങൾ 1 ഉറുപ്പ്യ കൊണ്ട് നേരം എനിക്ക് 9 മക്കളുണ്ട്, 1 ഉറുപ്പ്യ തരൽ എൻ്റെ ആവശ്യമല്ല, അതിൻ്റെ റബ്ബ് എനിക്ക് തന്നോളൂ. നിങ്ങൾ അള്ളാഹിന്റെ കോടതിയിൽ പരാജയപ്പെടാതിരിക്കലാണ് എൻ്റെ ആവശ്യം. അവിടെ മറ്റൊക്കെ നിങ്ങളുടെ ഉദ്ദേശങ്ങളാണ്, എൻ്റെ ഉദ്ദേശമല്ല. നിരീശ്വരവാദിക്കോ ആരൊപ്പം കയറിപ്പോയിക്കോ, ഞാൻ ആരൊപ്പം കയറിപ്പോണുണ്ട് മനസ്സിലാ. എന്തുകൊണ്ട് ഓന് എന്തില്ല? ഓൻ എന്തില്ല? ഖിയാമത്ത് നാളിനെ
പേടിയില്ല. നമുക്ക് എന്തുണ്ട്? മനുഷ്യ, ഞാനും ഖിയാമത്തിനാളും ഇങ്ങനെയാന്ന് മുത്തനബി പറഞ്ഞിട്ട് 1400 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും വന്നോ? ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, 99 കൊല്ലത്തിനുള്ളിലൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അതേ നാളെ ഞാൻ വേറെ പ്രസംഗിക്കും. ഞാൻ കിട്ടുകൾ പറയണ്ട. ജനങ്ങൾ ബൈനൽ ഖൗഫി വറജായി, ഇതാണ് ദീന്. ലോകാവസാനം ആയില്ലടാ എങ്ങായി എന്ന് ബാപ്പ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ബാപ്പ 2018 മരിച്ചു, എന്നിട്ട് ഇതുവരെ ലോകാവസാനം ആയിട്ടില്ല. അതേ ലോകാവസാനം ആണെന്ന് പറഞ്ഞ മനുഷ്യൻ എന്നോട് പറയും, ഞാൻ ഇവിടുന്നാണ് മരിച്ചാൽ ഇതൊക്കെ കണ്ട വിലക്ക് വിറ്റിട്ട് അവിടെ പോവും. എന്റെ ബാപ്പ നിന്നോട് പറഞ്ഞതിന് കണക്കില്ല. അതായത് ബാപ്പാന്റെ കൃഷിഭൂമി ഇങ്ങനെ നാട്ടുകൂടി വയറിൽ നടക്കൽ. അപ്പൊ ഓരോരുത്തരും എന്നോട് പറയും, ഇതാണ് വിറ്റളാ, അതാണ് വിറ്റളാം. ഓരോ വാക്ക് കേട്ടിട്ട് ഇതൊക്കെ വെക്കുന്നത് ബാപ്പ ഒരു കഥയും പറഞ്ഞു തരും. മുമ്പ് രാജാവിന്റെ മകനും മനസ്സിലായില്ല, ബാർബറ മകനും ചങ്ങായി ആയിരുന്നു എന്നുള്ള കഥയൊക്കെ ആ നേരത്തെ ബാപ്പ പറഞ്ഞു തരും. മനസ്സിലായി പറഞ്ഞത്? അപ്പോ ലോകാവസാനമൊക്കെ ആയില്ലേ ചങ്ങായി എന്ന് പറഞ്ഞ അതേ ബാപ്പ തന്നെയാണ് പിന്നെ എന്ത് പറയുന്നത്, ഞാൻ മരിച്ചാൽ പിന്നെ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല, കണ്ട പൈസക്ക് തിരിച്ചട് വെക്കും. അപ്പൊ എന്തിനാ പറയണത്, ഇത് വെക്കരുത്, എന്റെ വാപ്പ തന്നെ 1 ഇഞ്ച് ഭൂമി ഞാൻ വിറ്റിട്ടില്ല. വാപ്പ പറയും വിറ്റിട്ടില്ല, അയച്ചു വെക്കരുത്. എന്ത് പറഞ്ഞൂടെ, ലോകാവസാനമായി ആയിന്ന് ചങ്ങായി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് പറഞ്ഞൂടെ, ഞാനാണ് മരിച്ചെന്നാ വിറ്റ് പോരാട്ടെന്നോ? ഇത് നല്ലോണം മട്ടൻ ചാപ്സൊക്കെ തിന്നാളാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിന്റെ ഇടയിലാണ് ദീനീൻ. ദീനാണ് എപ്പോഴും എന്തിനാണ്? ഇപ്പൊ ഈ ചില ആളുകൾ എന്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കണ്ട, ലോകം വലിയ ശുഭം, ഇതെന്റെ ഉപദേശം ഭൗതിക പ്രമത്തത, മുതലാളിമാരെ തൃപ്തിപ്പെടുത്തൽ. മഹ്ദി ഇമാം ഇവിടെ വന്നാൽ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ എന്താ പറയാ, മതിയല്ല. എന്തുകൊണ്ട്? മഹ്ദിയാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളല്ലേ നടക്കണേ, പിന്നെ കച്ചവടം നടക്കൂല. യുദ്ധം ഉണ്ടായാൽ മുതലാളിമാരെന്താ പറയാ, യുദ്ധം ലേട്ടോ. കൾട്ടകൾ എന്താ പറയാ, അങ്ങോട്ട് പോയി. ഇത് രണ്ടും നോണയാണ്. ഇതിന്റെ ഇടയിലാണ് ജീവിതം, അതിനിടയിൽ കയറുവാണ്. നമ്മളെ രണ്ടു കൂട്ടർക്ക് തോൽപ്പിക്കാൻ കഴിയും. അവരെ മുന്നിൽ നമ്മൾ തോറ്റുകയും ചെയ്യും. രണ്ടും അപ്പുറത്ത് തെളിവുണ്ട്. ഇത് ബുദ്ധിമുട്ടത് ഭയങ്കര പണിയാണ്. എത്ര ഹദീത്ത ഞാൻ ഹദീത്ത് നിങ്ങൾക്ക് ഓതിത്തരാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീത്ത് ഞങ്ങൾക്ക് ഓതിത്തരാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരിക്കൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹ് ഒരു പ്രഭാതത്തിൽ ദജ്ജാലിനെ പറ്റി പറഞ്ഞു. ഖഫല ഫീഹി വറഫഅ, ഈ സംസാരം ഉറങ്ങല്ലേ, ഇവിടുന്ന് പോയിട്ട് ഉറങ്ങരുത്, ഇപ്പം ഉറങ്ങിക്കോ, ഇപ്പം ഉറങ്ങല്ലേ, പോയിട്ട് ഉറങ്ങിക്കോ. ഇതിപ്പോൾ അറിയണം, ഇത് മനസ്സിലായ ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും നബിയും കൂടി ഇരിക്കുമ്പോൾ നബി ഞങ്ങൾക്ക് ആരെപ്പറ്റി പറഞ്ഞു, അദ്ദജ്ജാല. ഇന്നും വരാത്തവനാണ് ആര്? വന്നിട്ടില്ലല്ലോ, ഇനി എന്നോ വരേണ്ടവനാണ് ആര്? ദജ്ജാൽ. ആ ആളെപ്പറ്റി റസൂൽ ഞങ്ങൾക്ക് വയൽ പറഞ്ഞു തന്നു. ഇപ്പം ഹഫല, ചിലപ്പോൾ റസൂള്ള ഒച്ച മെല്ലെ താഴ്ത്തി പറയും. ഉറഫ, ചിലപ്പോൾ ഒച്ച ഉയർത്തി പറയും. അതായത് ചിലപ്പോൾ റസൂള്ള ഒച്ച പൊന്തിക്കും, ചിലപ്പോൾ റസൂള്ള ഒച്ച താഴ്ത്തും, പൊന്തിക്കും താഴ്ത്തും. അങ്ങനെയാണ് നബി സംസാരിച്ച്. നബി മെല്ലെ ചിലപ്പോൾ മെല്ലെ പറയും, ചെവി കേൾക്കണം ശബ്ദത്തിൽ മാത്രം പറയും. ആരെപ്പറ്റി വയലു പറയാണ്? ദജ്ജാലിനെ പറ്റി പറയുമ്പോൾ ഇടയ്ക്ക് ശബ്ദം കൂട്ടും, ഇടയ്ക്ക് ശബ്ദം പറ്റ കുറച്ചാ സംസാരിക്കണത്. ഹത്തവനന്ന, നബിയുടെ ഈ ഭാവചലനങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോയി, അന്നഹു ഫി ത്വായിഫത്തിൻ നഖ്ലി, ഓനാ ഈത്തപ്പനൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 30 ഹത്തവനന്ന, ഞങ്ങൾ വിചാരിച്ചു പോയി, അന്നഹു ഓൻ വന്ന് ഇപ്പം എവിടെ വെക്കുന്നുണ്ട്? മദീന പള്ളിൻ്റെ പുറത്ത് ഈത്തപ്പനത്തോട്ടുണ്ട്, ആ ഈത്തപ്പനൻ്റെ സൈഡിൽ ഓന് മറഞ്ഞിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോയി നബിയുടെ ഈ ഭാവചലനങ്ങൾ കണ്ടപ്പോൾ. നബി ചിലപ്പോൾ, അതായത് നമ്മളൊരാൾ പരിസരത്തുണ്ട്, ഓൻ കേൾക്കാതിരിക്കാനാണല്ലോ എന്ത് പറയാ, ഞങ്ങൾക്ക് വിചാരിച്ചു പോയി അന്നഹൂപ്പി, അപ്പോൾ ഓനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. എവിടെ? ആ ഈത്തപ്പന തോട്ടത്തിൽ മറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു പോയി ആ ജാതി വർത്താനാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ പിരിഞ്ഞു പോയി, പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു.
തിരിച്ചു വന്നു. ആ വയലൊക്കെ കേട്ട് ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്? നബി മനസ്സിലായില്ല, ഇങ്ങോട്ട് നോക്കണോ. ആ വയൽ പറഞ്ഞു, ഞങ്ങൾ വയൽ തൊട്ട് പിന്നെ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ നബിന്റെ അടുത്ത് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പം ആ കാല നബി ചോദിച്ചു, മാഷേനുക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ വയലൊക്കെ കേട്ട് ഇവിടുന്ന് പോയതല്ലേ, പിന്നെ എന്താ പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ലക്കർത ദജ്ജാല അൽ ഗദാത, ഇന്ന് രാവിലെ നിങ്ങൾ ഞങ്ങൾക്ക് ദജ്ജാലിനെ പറ്റി പറഞ്ഞു തന്നു. ഫഖഫൽത ഫീഹി വറഫഅത തുമ്മ റഫഅത, ചിലർക്ക് മെല്ലെ പറഞ്ഞു, ചിലപ്പോൾ ഉറക്കെ പറഞ്ഞു. ഹത്താ വനന്ന, ഞങ്ങൾ വിചാരിച്ചു പോയി അന്നൗഫി തായിഫത്തിൻ നഖ്ലി, ഈ ഈത്തപ്പന തോട്ടത്തിന്റെ ഉള്ളിലോ എത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട് നിങ്ങൾ വയൽ കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു പോയി നബിയേ. അപ്പൊ എന്താണ് ഇവിടെ വിഷയം ഞങ്ങൾക്ക് തിരിയണില്ല നബിയേ. അതിന് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഒയു ദജ്ജാലി അഹ്വഫുനി അലൈക്കും, ദജ്ജാലിനേക്കാൾ വലിയതാണ് ഇന്റെ പേടി. എന്താണ് വലിയത്? ദജ്ജാലിനേക്കാൾ വലിയതാണ് ഇന്റെ പേടി. അതായത് ഞാനിവിടുന്ന് പോയാൽ നിങ്ങളൊക്കെ നാശം. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്തിൽ നിൽക്കണം? ഒരു പറയുന്നത് മനസ്സിലായോ? ദജ്ജാലൊന്നും ഇപ്പൊ വരൂല. എന്നിട്ട് നബി എന്താ പറഞ്ഞറിയോ? എന്നിട്ട് നബി പറയാണ് എന്ത്? വൈ അഖ്റുജ്, ഓം തോട്ടത്തിലുണ്ട് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വൈ അഖ്റുജ്, ഓനിപ്പോ വരികയാണെങ്കിൽ അനഫീക്കും, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അന ഹജീജു ദൂനക്കും, ഞാൻ നോക്കിക്കോളാം. നബി എന്താ പറയണ്ട്? ഓപ്പ അടുത്ത കാലത്തൊന്നും വരൂലട്ടോ, അതിനെ നിങ്ങൾ പേടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണോ? വയ്യ ഖുറുജ്, ഒന്ന് കേൾക്ക് മനുഷ്യ, ഈ പറഞ്ഞേ ഈ ഒരൊറ്റ അരീത് കേട്ടാൽ എനിക്ക് വിഷയം മനസ്സിലാവും. വയ്യ ഖുറുജ്, അവനിപ്പോൾ പുറപ്പെട്ടു വന്നാൽ പേടിക്കണ്ട. മാക്കും ഞങ്ങളെ ഹജീച്ചു, ഓന്റെ കാര്യം ആര് നോക്കും? ദൂരക്ക് നിങ്ങൾ നോക്കണ്ട, ഓനൊന്നും എനിക്കൊന്നുമില്ല. ഒന്നെ കണ്ടാ പറഞ്ഞോളൂ, ഇന്നെ കണ്ടോടത്തോ നിൽക്കൂല, നിങ്ങൾ ബേജാറാണ്ട. അപ്പൊ ഓ ഇപ്പൊ വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഓനിപ്പോ ആ തോട്ടത്തിലുണ്ട് നിങ്ങൾ വിചാരിച്ചോയിനല്ലേ, ആയിക്കോട്ടെ. നഞ്ഞോനും ചാടുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നബി എന്താ പറയണ്ട്? എന്താ പറയണ്ട്? അതൊന്നും ഇപ്പത്തെ വർത്താനല്ല, ഓൻ അടുത്ത കാലത്തൊന്നും വരൂല. അങ്ങനെയല്ലേ പറയണ്ട്? അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. ഒപ്പം വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ അതല്ല, വയ്യക്കുറിച്ച് വലസ്തുഫീക്കും, ഞാൻ ഇവിടെ ഇല്ലാത്ത കാലത്ത് ഞാൻ വഫാത്തായി പോയിട്ടാണോ വരുന്നതെങ്കിലോ വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിമീൻ, പിന്നെ ഏതൊരു മുസ്ലിമും അള്ളാഹ് ഞാൻ ഖലീഫയാക്കിയിട്ടുണ്ട്. ഫതവക്കലു അലല്ലാഹ്, നിങ്ങൾ ആര് വരമേൽപ്പിച്ചാൽ മതി. ഓനെ നിങ്ങൾ പേടിച്ചിട്ട് കേട്ടോ, നിങ്ങളെ ഒന്നും കേട്ടില്ല. നിങ്ങൾ ആരാണെങ്കിൽ മുഅ്മിനാണെങ്കിൽ. അപ്പൊ പിന്നെ ഈ പറഞ്ഞതോ, നിങ്ങൾ നിർഭയരായി വസിക്കണ്ട. ഞാൻ പേടിക്കുന്ന ഭൗതിക പ്രമത്തതയാണ്. യാമനാളിനൊക്കെ ഇനി 10,000 കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കുതിര വിടുന്നതാണ് എനിക്ക് പേടി. അപ്പൊ നിങ്ങൾ ഏത് നേരത്ത് എങ്ങനെ ക്കണം പറയാ മോനെ? എങ്ങനെ ഇതങ്ങനെ പറയണം, അങ്ങനെ പറയാണ്. അമീൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് അല്ലാഹു റസൂൽ തയ്യാത്തിൽ ദ്വാരക്കണം. ഞാൻ എന്റെ ചവിട്ട് കേട്ടിട്ടുണ്ട്. അമീൻ ഫിത്നത്തിൽ ഈ മസീഹ് ദജ്ജാലിന്റെ ഫിത്ന റസൂലുള്ളാഹിക്ക് ബാധിക്കോ? ബാധിക്കോ? ഇല്ല. ഞാൻ അന്ന് ദജ്ജാൽ വന്ന ഫിത്ന നബിനെ ഫിത്നയാക്കോ? ഇല്ല. പിന്നെ എന്റെ ഒന്ന് ദുആയാണ്, 2 ആയിഷ ബീവി കേൾക്കും വേണം. പിൽക്കാലക്കാരോട് എന്ത് പറയണം? നബിക്ക് വരെ പേടിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പേടിക്കാക്കണ്ട.